പലപ്പോഴും കുഞ്ഞുങ്ങളോട് വളരെയധികം ദേഷ്യപ്പെട്ടതിന് ശേഷം ഒരു മൂലയിൽ പോയി നിങ്ങൾ കരയാറുണ്ടോ? അതോ എൻ്റെ ബിഹേവിയർ ശരിയല്ല, എൻ്റെ കുഞ്ഞിനോട് ഞാൻ വളരെയധികം ദേഷ്യപ്പെടുന്നു എന്ന് നിങ്ങൾ തന്നെ നിങ്ങളെ ബ്ലെയിം ചെയ്യാറുണ്ടോ? സ്ലോലി ആൻഡ് സ്റ്റഡിലി ആം ഐ എ ടോക്സിക് മദർ ഓർ എ ടോക്സിക് പാരന്റ് എന്ന് നിങ്ങളെ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ടോ? എന്നാൽ ഒരു പക്ഷേ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഹായ്, ഹലോ, മൈ നെയിം ഇസ് ഡോക്ടർ ആദ്യ കേശവ് ആൻഡ് ഐ എം എ സൈക്കോളജിസ്റ്റ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 കാര്യങ്ങളാണ്. 1, എന്തുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ദേഷ്യം വരുന്നത്. 2, എങ്ങനെയാണ് നമുക്ക് ആ ദേഷ്യം കുറയ്ക്കാൻ സാധിക്കുക, പ്രാക്ടിക്കലി നമുക്ക് അതെങ്ങനെ കുറയ്ക്കാൻ സാധിക്കും. 3, അഥവാ നമ്മൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ കുഞ്ഞുമായിട്ട് എങ്ങനെയാണ് നമ്മൾ റീകണക്ട് ചെയ്യേണ്ടത്. ഇത്തരത്തിലുള്ള 3 കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം, നമ്മൾ നമ്മളുടെ ദേഷ്യത്തിന്റെ റീസൺസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സ്ട്രെസ് കൊണ്ടാണോ? സ്ട്രെസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് പല രീതിയിൽ കാണും അല്ലെ. നമ്മുടെ വീട്ടിൽ ഒത്തിരി ജോലി കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രെസ്സസ് ഉണ്ടായിരിക്കാം, അതല്ല വീട്ടിലെ ജോലിയും ഓഫീസിലെ ജോലിയും തമ്മിലൊരു ബാലൻസ് കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. 2, നമ്മൾക്ക് ആവശ്യത്തിന് ഉറക്കമില്ല, നമ്മളുടെ ഡയറ്റ് പ്രോപ്പർ അല്ല, അല്ലെങ്കിൽ നമുക്ക് റെസ്റ്റ് ആവശ്യത്തിന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ക്ഷീണം കാരണം പെട്ടെന്ന് ദേഷ്യം വരാം. ഇതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ തന്നെ പാരന്റിങ് സ്റ്റൈൽ, അതായത് നമ്മളുടെ പാരന്റ്സ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു പാരന്റിങ് സ്റ്റൈലും ഉണ്ടായിരിക്കാം. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ആ പാരന്റിങ് സ്റ്റൈൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിരിക്കാം. എസ്പെഷ്യലി വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ചുറ്റുപാടിലൊക്കെ വളരുന്നവർക്ക് പിന്നീട് ചിലപ്പോൾ അത്തരത്തിലുള്ള ഇമിറ്റേഷൻസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഐഡന്റിഫൈങ് അവർ ഓൺ സ്ട്രെസ് അല്ലെങ്കിൽ അവർ ഓൺ പ്രോബ്ലം ബിഹൈൻഡ് ദ ആങ്കർ എന്നുള്ളതാണ്. അത് എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ആ ഒരു വേ ഓഫ് ചാനലൈസിങ് ഈസി ആയിരിക്കും. സോ ട്രൈ ടു ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. 2, എന്തുകൊണ്ടാണ് നിങ്ങളുടെ കുഞ്ഞ് ഇത്തരത്തിൽ ബിഹേവിയർ പ്രോബ്ലംസ് കാണിക്കുന്നത് എന്നുള്ളത്. ആക്ച്വലി അതൊരു പ്രോബ്ലം ആയിട്ടാണോ അതോ നിങ്ങളുടെ അറ്റൻഷന് വേണ്ടിയിട്ടാണോ കുഞ്ഞത് ചെയ്യുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. അതല്ല, കുഞ്ഞിന്റെ ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക. ഇതൊന്നും അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഉറക്കം വരുന്നത് കൊണ്ടോ അതല്ല ഭക്ഷണം വിശപ്പ് കാരണമോ ഒക്കെ ആയിരിക്കാം അവരുടെ ഒരു മിസ്ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ നോട്ടീസ് ചെയ്യുക. കുഞ്ഞ് എന്തുകൊണ്ട് അത്തരത്തിൽ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന, നമ്മളെ അനോയ് ചെയ്യുന്ന ബിഹേവിയർ കാഴ്ചവെക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. 3, നിങ്ങൾ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് വെക്കുന്നുണ്ടോ കുഞ്ഞിന്റെ പുറത്ത്? എപ്പോഴും കുഞ്ഞ് നല്ല മിടുക്കനോ മിടുക്കിയോ ആയിട്ട് ഇരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കാറുണ്ടോ? കുഞ്ഞിന്റെ ഏജിന് അപ്രോപ്രിയേറ്റ് അല്ലാതെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവര് വോയിസ് മാനേജ് ചെയ്യുന്നത് മുതൽ അവരുടെ ബിഹേവിയറിനെ വരെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ടോ? എന്നാൽ അതും ഒരു പ്രശ്നമാണ്. കാരണം അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുഞ്ഞിന്റെ വളരെ നിസ്സാരമായിട്ടുള്ള ബിഹേവിയേഴ്സ് പോലും നമ്മളെ വളരെയധികം ട്രിഗർ ചെയ്യും. സോ ആദ്യം ഐഡന്റിഫൈ വാട്ട് ആക്ച്വലി മേക്സ് യു ഇറിറ്റേറ്റഡ്, അല്ലെങ്കിൽ വൈ the child is showing that behavior. ഇതൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കുക. 2, എങ്ങനെ നമുക്ക് നമ്മളുടെ ഈ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് വളരെയധികമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. നേരത്തെ പറഞ്ഞതുപോലെ ദേഷ്യം എന്ന് പറയുന്ന ഒരു നോർമൽ വികാരമാണ്, നമുക്കിത് ആർക്കും ഉണ്ടാവുന്നതാണ്. പക്ഷെ എത്രയാണ് നമ്മൾ ആ ദേഷ്യം കാണിക്കുന്നത്, ആരോട് കാണിക്കുന്നു എന്നുള്ളതൊക്കെ ഒരു റീസൺ തന്നെയാണ് അല്ലെ. അപ്പോൾ നമ്മളുടെ ദേഷ്യത്തിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം? പലപ്പോഴും ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമ്മളുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ബ്രീതിങ് ടെക്നിക്കാണ്. വൈ? നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് ബ്രീത് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫ്രോണ്ടൽ ലോബ്, നമ്മളുടെ ഡിസിഷൻ മേക്കിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഫ്രോണ്ടൽ ലോബ് ആക്ടിവേറ്റ് ആവുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഇമോഷൻ കൺട്രോൾ ചെയ്യുന്നത് അമിഗ്ഡാലയാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു ബിഹേവിയർ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് മോഡിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ദേഷ്യപ്പെടാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ബെറ്റർ ബ്രീത്ത്. സേ ഫോർ എക്സാമ്പിൾ, കുഞ്ഞ് വെള്ളം എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് അതവിടെ സ്പിൽ ചെയ്തു. എന്തായിരിക്കും ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ വേറെ ഒരു കാര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന വികാരം, എത്ര തവണ പറഞ്ഞിട്ടുണ്ട് കെയർഫുൾ ആയിരിക്കണം എന്നുള്ളത്.
കുഞ്ഞറിഞ്ഞോ അറിയാതെയോ കയ്യിൽ നിന്ന് വെള്ളം പോയി, ഇനി നമുക്ക് തുടയ്ക്കുകയേ നിർവാഹമുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ആ ദേഷ്യം കാണിക്കുന്നതിന് പകരം ആ ഒരു സമയത്ത് നമ്മളൊരു പോസ് എടുക്കുക, സ്റ്റാർട്ട് ബ്രീതിങ്. So slowly you will come back to the reality and it will help you reduce and calm yourself. ഈ ഒരു ബ്രീതിങ് ടെക്നിക്ക് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കുഞ്ഞ് എന്തുകൊണ്ടാണ് ആ ഒരു ബിഹേവിയർ കാഴ്ചവെച്ചത് എന്നുള്ളത് അനലൈസ് ചെയ്യാനുള്ള സമയം കൂടിയാണ് കിട്ടുന്നത് കേട്ടോ. അത് നമ്മുടെ അറ്റൻഷന് വേണ്ടിയിട്ടായിരുന്നോ കുഞ്ഞത് ചെയ്തത്? അല്ല. കുഞ്ഞ് കുറച്ചു നേരമായിട്ട് നമ്മളോട് എന്തെങ്കിലും പറയുന്നുണ്ടായിരുന്നോ? അതല്ല. കുഞ്ഞിന് ഉറക്കമോ വിശപ്പോ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനും, അല്ല സ്ഥിരമായിട്ട് കുഞ്ഞ് എന്തെങ്കിലും മിസ്ബിഹേവിയേഴ്സ് കാണിക്കുന്നുണ്ടോ എന്ന് അനലൈസ് ചെയ്യാനായിട്ട് നമ്മളെ ഈ ബ്രീതിങ് ടെക്നിക്ക് ഹെൽപ്പ് ചെയ്യും. നേരെ മറിച്ച് നമ്മുടെ ദേഷ്യമാണ് മുന്നിൽ നിൽക്കുന്നതെങ്കിൽ നമ്മളും ദേഷ്യപ്പെടും, കുഞ്ഞ് കരച്ചിലായി വിളിയായി ബഹളമായി അങ്ങനെ ഒരു വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകും. പക്ഷെ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, വി നീഡ് ടു അനലൈസ് ആ ചൈൽഡ്സ് ബിഹേവിയർ ആസ് വെൽ. സോ അതിന് നമ്മൾ കാമായിട്ട് നിൽക്കണം. 3, റീകണക്റ്റിംഗ് ബാക്ക് വിത്ത് ദ ചൈൽഡ്. പലപ്പോഴും എന്താ ചെയ്യുന്നത്, കുഞ്ഞ് കുറേ നേരം നമ്മൾ വഴക്ക് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും കുഞ്ഞ് അതിലേറെ കരച്ചിലായി വിളിയായി ബഹളമായി. നമ്മളപ്പോൾ എന്ത് ചെയ്യുന്നു, കുഞ്ഞിന് ഇഷ്ടമുള്ള ഐസ്ക്രീം ആയിരിക്കാം, ചോക്ലേറ്റ് ആയിരിക്കാം, കേക്ക് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ സോറി പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ നമ്മൾ കൊടുക്കുന്നു. പക്ഷെ പലപ്പോഴും നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് സോറി പറയുമ്പോഴത്തേക്ക് പിന്നീട് കുഞ്ഞ് ഡിമാൻഡ് ചെയ്യാനുള്ള ചാൻസസ് ഹൈ ആണ്. സോ ഐ വുഡ് സേ റാദർ ദാൻ ദാറ്റ്, നിങ്ങൾക്ക് കുഞ്ഞിൻ്റെ അടുത്ത് പോയിരുന്ന് സോറി പറഞ്ഞ് കുഞ്ഞുമായിട്ട് കുറച്ച് ഫൺ ടൈം അല്ലെങ്കിൽ കുറച്ച് എൻഗേജിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുക. ആൻഡ് ഇനി നമ്മളൊരു പക്ഷെ അത് ചെയ്യില്ല എന്നുള്ളൊരു പ്രോമിസ് കുഞ്ഞിനോട് കൊടുക്കുക. അങ്ങനെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കുഞ്ഞിന് ആ ഒരു നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ളൊരു സമയം അവിടെ കിട്ടുന്നു. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്നേഹം തിരിച്ച് ആ ഒരു റീബോണ്ടിങ്ങിലേക്ക് വരാനായിട്ടുള്ളൊരു സമയവും കിട്ടുന്നു. മെറ്റീരിയലിസ്റ്റിക് ആകുമ്പോഴത്തേക്ക് കുഞ്ഞിന് ഐസ്ക്രീം കിട്ടി, കുഞ്ഞ് ഐസ്ക്രീമിൻ്റെ പുറകിൽ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങളുമായിട്ടുള്ളൊരു കണക്ഷൻ അവിടെ അത്രയ്ക്ക് ഡെവലപ്പ് ആകുന്നില്ല. സോ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ നമ്മളുടെ ദേഷ്യം അനലൈസ് ചെയ്ത് അതിനുള്ളൊരു സൊല്യൂഷൻ കൊണ്ടുവരികയും അതിനോടൊപ്പം തന്നെ ഈ ഒരു ബ്രീതിങ് ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്ത് കുഞ്ഞ് എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ദേഷ്യം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ദയവായി വിൽ സ്റ്റോപ്പ് ലേബലിംഗ് ourselves ആസ് എ ടോക്സിക് പാരന്റ്. അപ്പോൾ ഹാപ്പി പാരന്റിങ്. Have a good time ahead.